ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് തൃണമൂലിന്റെ നീക്കം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഇന്നലെയൊക്കെ ബംഗാളിൽ നാടകീയ രംഗങ്ങളായിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ അടക്കം ബംഗാളിലെത്തിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ മമത ശ്രമിക്കുമ്പോൾ BJPയുടെ നീക്കം മറുവശത്ത് എങ്ങനെയാണ് ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ? നിലവിൽ ബംഗാളിൽ 206 മുകളിൽ സീറ്റുകൾ നേടിയിട്ടുള്ള BJP സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിക്കുകയും ഈ മാസം 9-ന് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനമെല്ലാം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനവിധിയല്ല പുറത്തു വന്നിട്ടുള്ളതെന്നും ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന പ്രഖ്യാപനം ഇന്നലെ മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിക്കും, തുടർന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് ഏറെ നിർണായകമായും പല നാടകീയ രംഗങ്ങൾക്കും ബംഗാളിൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നിലവിലെ മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിക്ക് ചുമതലയേൽക്കാൻ സാധിക്കില്ല. അത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ ഗവർണർക്ക് ഇടപെടേണ്ടി വരും. ഏത് രീതിയിലായിരിക്കും ഗവർണർ ഈ സാഹചര്യത്തിൽ ഇടപെടുക എന്നുള്ളതെല്ലാം തന്നെ ബംഗാളിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മമതാ ബാനർജി ആരോപിക്കുന്നത് BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ട് ജനവിധി അട്ടിമറിച്ചെന്നും യഥാർത്ഥ ജനവിധി തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ് എന്നുള്ളതുമാണ് മമതാ ബാനർജിയുടെ ആരോപണം. എന്നാൽ BJP ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. തോൽവി സമ്മതിക്കാതെ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് BJP വ്യക്തമാക്കിയത്. ജനരോക്ഷമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കെതിരെ കണ്ടിട്ടുള്ളത് എന്നും BJP നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ബംഗാളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് BJP തുടക്കം കുറിച്ചിട്ടുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നിരീക്ഷകരായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവരെയാണ് നിരീക്ഷകരായി നിയോഗിച്ചത്. ഇവരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. ഈ മാസം 9-ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ BJP അറിയിച്ചിട്ടുള്ളത്. അവിടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മുഖങ്ങളെ ഏതെങ്കിലും പേരുകളിലേക്ക് BJP എത്തുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ശരി, ബംഗാളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ മമത തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. മറുവശത്ത് സർക്കാർ രൂപീകരണ ചർച്ചകളുമായി BJP മുന്നോട്ട് പോകുന്നു. മെയ് 9-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനാണ് തീരുമാനം. സുവേന്ദു അധികാരി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.